നമുക്ക് ഈസി ആയിട്ടുള്ള മുട്ട ബജ്ജി തയ്യാറാക്കിയാലോ, നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ള മുട്ട ബജ്ജി തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കടലമാവ് എടുത്തു. അതിനുശേഷം അതിനകത്തോട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ഇട്ടത്. 2-3 സ്പൂൺ അരിപ്പൊടി ഇട്ടു. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം ഉപ്പ്, പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കായപ്പൊടിയും വേണം കേട്ടോ. ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതാണ് ഇതിൻ്റെ മാവ്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. അതിനൊരു ഏകദേശം ഒരു പരുവത്തിൽ വേണം നിൽക്കാൻ കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട ബജ്ജി നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ സമയത്ത് തന്നെ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെക്കണം കേട്ടോ. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ മുട്ട നമ്മുടെ കുക്കറിനകത്താണ് വെക്കുന്നത്. ഒറ്റ വിസിലടിക്കുമ്പോൾ നമ്മുടെ മുട്ട ഇവിടെ തയ്യാറായിട്ട് കിട്ടും കേട്ടോ. അപ്പം എന്താണ്ട് ഏകദേശം മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയതും കൂടിയിട്ട് നമുക്കിതിനെ ചുട്ടെടുക്കാം. അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മളിതിനെ 2 പീസായിട്ട് മുറിക്കാം കേട്ടോ. മുറിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മാവിനകത്ത് മുക്കി പൊരിക്കുന്നത്. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചു കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് ഇട്ട് നോക്കാൻ. അപ്പോൾ ആദ്യമേ കുറച്ച് മാവ് ഞാൻ ഇട്ട് നോക്കി. അത് നന്നായിട്ട് തിളച്ച് വരുന്ന മനസ്സിലായപ്പം നമ്മൾ എണ്ണ ചൂടായി എന്ന് മനസ്സിലായപ്പം നമ്മൾ മുട്ട ഓരോന്നോരോന്നായിട്ട് മാവിനകത്ത് മുക്കി അതിനകത്തോട്ട് ഇടാൻ തുടങ്ങി. ആദ്യത്തെ ആണെങ്കിൽ ഇച്ചിരി മാവൊക്കെ കൂടിപ്പോയി കേട്ടോ. അപ്പം അടിയിലൊക്കെ ജസ്റ്റ് പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല. കാണാൻ കുറച്ച് ഭംഗി കുറവായാലും ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ. നമ്മൾ പ്രത്യേകിച്ച് സോഡാപ്പൊടിയോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല. കടയിലൊക്കെ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് നല്ല പൊന്തിച്ചാണ് എടുക്കുന്നത്. നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. മുട്ടയല്ലേ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. വലിയ എരിയൊന്നും കാണില്ല. എരിയില്ലാത്ത കാശ്മീരി മുളക് ചേർത്താൽ അപ്പം നല്ല കളറും കിട്ടും. ആവശ്യത്തിനുള്ള എരി മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ബാച്ച് തയ്യാറായിട്ടുണ്ട് കേട്ടോ, മുട്ട ബജ്ജി. അതിനുശേഷം വീണ്ടും ഒരു ബാച്ചും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ബാച്ച് മുട്ടയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതാണ്ട് അടുത്തത് ഞാൻ ഇടുകയാണ്. മാവ് മുക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബജ്ജിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കടയിൽ കിട്ടുന്നത് പോലെ നമ്മൾ അതിനകത്ത് മറ്റുള്ള വേറെ ഒരു പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ സോഡാപ്പൊടിയോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ. നല്ല എണ്ണയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ 2ാമത്തെ ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മുട്ട ബജ്ജി തയ്യാറാക്കാം. ഇതുപോലെ തന്നെയാണ് കേട്ടോ മുളക് ബജ്ജിയൊക്കെ തയ്യാറാക്കുന്നത്. അപ്പം സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചമ്മന്തി, തക്കാളി ചമ്മന്തി അരച്ചോ അല്ലെങ്കിൽ സോസ് കൂട്ടി എന്ത് വേണമെങ്കിലും എൻ്റെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് മുട്ട ബജ്ജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.